നമ്മളിന്ന് പ്രധാനമായിട്ടും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് വിശ്വാസ പ്രമാണത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. വി ബിലീവ് ഇൻ വൺ ഗോഡ്, വൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ദി ഓൺലി ബിഗോട്ടൻ സൺ ഓഫ് ഗോഡ്, ദി ഫസ്റ്റ് ബോൺ ഓഫ് ഓൾ ക്രിയേഷൻ, born of the Father before all ages and not made, true God from true God, consubstantial with his Father. നമ്മുടെ ഇത് വിശ്വാസ പ്രമാണം നിഖ്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നതാണ്. എല്ലാ ദിവസവും ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾ മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്കറിയാം, ഈ ക്രീഡിനെ കുറിച്ച് തന്നെ നമ്മൾ ഒന്നാം ദിവസം വിശദമായ രീതിയിൽ പോയില്ലെങ്കിൽ പോലും ഒരു കോണ്ടെക്സ്റ്റ് ഒന്ന് അവതരിപ്പിച്ചുകൊണ്ട് ചാലക്കലശൻ നമ്മോട് സംസാരിച്ചിരുന്നു. ഇതിന്റെ വളരെ ജനറൽ കോണ്ടെക്സ്റ്റ് ഞാൻ അതിലേക്കൊന്നും പോകണില്ലെങ്കിൽ പോലും ഈ പർട്ടിക്കുലർ ഭാഗത്തിന്റെ ഒരു പശ്ചാത്തലം നമുക്ക് അറിവുള്ളതുപോലെ റിസൾട്ട് ഓഫ് ദ 2 എക്യുമെനിക്കൽ കൗൺസിൽസ്, നൈസിയ ആൻഡ് കോൺസ്റ്റാന്റിനോപ്പിൾ, AD 325 AD 381 അത് തീർച്ചയായിട്ടും ഈ ഒരു ടെക്സ്റ്റിന്റെ ഫോർമേഷൻ, പ്രത്യേകിച്ചും ഈ ഭാഗത്തിന് ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫോർമുലേഷൻ ഉണ്ടാക്കുന്നതിന് സഹായകമായി തീർന്നതാണ്. ടു മേക്ക് ക്ലിയർ ഫോർമുലേഷൻ ഓഫ് ദി ട്രൂ ഫെയ്ത്ത് റിവീൽഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹാൻഡഡ് ഓവർ ടു ദ ചർച്ച് ഹിസ് മിസ്റ്റിക്കൽ ബോഡി. തീർച്ചയായിട്ടും നമുക്കറിയാം, ആര്യനിസത്തിന്റെ പ്രതിസന്ധികൾ എന്തായിരുന്നു? അത് ഈശോയുടെ ദൈവത്വത്തെ ചലഞ്ച് ചെയ്തതാണ്. അപ്പോളിൻ ആര്യനിസമാണെങ്കിൽ ഈശോയുടെ മനുഷ്യത്വത്തെ ചലഞ്ച് ചെയ്തു. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ചാലക്കലച്ചൻ അത് വിശദീകരിച്ചിരുന്നു. പ്രധാനമായിട്ടും ഇങ്ങനൊരു ഭാഗം ഇതിനകത്ത് കൂട്ടിച്ചേർക്കപ്പെടുവാൻ പിതാക്കന്മാർ തയ്യാറായതിന്റെ പ്രധാനപ്പെട്ട കാരണം ആര്യനിസത്തിനെതിരെയുള്ള ഒരു നിലപാട്, അല്ലെങ്കിൽ സഭയുടെ യഥാർത്ഥ വിശ്വാസം എന്ത്, അത് കൃത്യമായിട്ട് ഫോർമുലേറ്റ് ചെയ്യപ്പെടണം എന്നുള്ള ആ വലിയ തീക്ഷ്ണമായ ആഗ്രഹത്തോടു കൂടി തന്നെയാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട സിനഡ് പിതാക്കന്മാര് അത്തരത്തിലൊരു കൃത്യമായ ഫോർമുലേഷൻ ഇവിടെ കൊണ്ടുവന്നു. നമുക്കറിയാം, ഈ വാസ്തവത്തില് എല്ലാ ക്രിസ്റ്റോളജിക്കൽ പെർസ്യൂട്ട്സും നമുക്കറിയാം ഈ ഒരു വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തിനെ ആധികാരികമായി കണ്ടുകൊണ്ടും നൈസ്യൻ ക്രീഡിനെ അടിസ്ഥാനപരമായി സ്വീകരിച്ചുകൊണ്ടും തന്നെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഈ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടാണ് ക്രിസ്റ്റോളജിയും ട്രിനിറ്റിയും ന്യൂമാറ്റോളജിയും മരിയോളജിയും എക്ലേസിയോളജിയും എല്ലാം രൂപപ്പെട്ടു വന്നെന്ന് നമുക്കറിയാം. പ്രധാനമായിട്ടും ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നാണ് ക്രിസ്റ്റോളജിക്കൽ ആയിട്ടുള്ള എല്ലാ പഠനങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്ന സത്യം ഞാനൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു. നമുക്ക് ഇതിനകത്ത് ഒരു 3-4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് കാണാനുള്ളത്. ഒന്ന്, ദൈവപുത്രൻ, സൺ ഓഫ് ഗോഡ്. ഈ ഒരു ആശയം ഇവിടെ ഊന്നൽ കൊടുത്തുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാന ചിന്തയും ആശയവും ഈശോ എന്ന പേര്, ആ നാമം. 3 മിശിഹ, 4 കർത്താവ്. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട തീമുകളാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ ചിന്തയിലും പഠനത്തിലും ഉള്ളത്. നമുക്ക് ആദ്യം ഇതിലേക്ക് തന്നെ പോകാം. സൺ ഓഫ് ഗോഡ്, ദൈവപുത്രൻ. നോട്ട് മെയ്ഡ് ബട്ട് ബോൺ ഓഫ് ദി ഫാദർ ഇൻ ഇറ്റേണിറ്റി ബിഫോർ ഓൾ ഏജസ്. സത്യത്തിൽ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അൺഇന്റലിജിബിൾ ഇൻ ഹ്യൂമൻ കോൺസെപ്റ്റ്സ്. അതിന്റെ കാരണം തന്നെ, ഒരു പ്രധാനപ്പെട്ട കാരണം ഹ്യൂമൻ ലിമിറ്റേഷൻസ് ആണ്. എങ്ങനെയാണ് ഒരാൾ സൃഷ്ടിക്കപ്പെട്ടു എന്നതല്ലാതെ ജനിച്ചു എന്ന് മനസ്സിലാക്കാൻ പറ്റൂ? ഇറ്റേണലി ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യന് മനസ്സിലാക്കാനായിട്ട് സാധ്യമല്ല. അങ്ങനെ ഒരു ആശയം നമ്മുടെ ബുദ്ധിയിലോ നമ്മുടെ ചിന്തകളിലോ ഒന്നും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധ്യമല്ല. തീർച്ചയായിട്ടും ട്രിനിറ്റി എന്നുള്ള രക്ഷാകരമായ ദൈവിക രഹസ്യത്തെ മനുഷ്യന്റെ ബുദ്ധിയിൽ ഒതുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ എന്നാൽ പോലും ഇത് എങ്ങനെയാണ് നമ്മുടെ ഒരു പരിമിതമായ രീതിയിൽ വിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നോക്കിക്കാണാനായിട്ട് പറ്റുന്നത്? എങ്ങനെയാണ് ഇവിടെ നാം മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ഏറ്റുചൊല്ലുകയും ചെയ്യുന്നത് പോലെ എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനും
യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ആയ വ്യക്തി. അങ്ങനെയുള്ള ഒരു ദൈവപുത്രൻ. അത് നമ്മുടെ ഒരു കോൺസെപ്റ്റ്സ് എല്ലാം ടൈം ആൻഡ് സ്പേസിലാണ് എപ്പോഴും നിൽക്കുന്നത്. ആ സമയത്തിന്റെ കാലത്തിന്റെയും പ്രദേശത്തിന്റെയും ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമ്മുടെ ചിന്തകളെ നമുക്ക് രൂപപ്പെടുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ പോകുന്നത്. ദൈവം തൻ്റെ ഇറ്റേണൽ വിസ്ഡത്തിൽ ഇറ്റേണിറ്റിയിലായിരുന്നു കൊണ്ട് എന്നും ഒരേ തരത്തിൽ തന്നെ കോൺസബ്സ്റ്റാൻഷ്യലി എവർ എക്സിസ്റ്റഡ് വിത്ത് ദ ഫാദർ. ഈ ദൈവപുത്രനായ ഈശോ, ദൈവപുത്രൻ ഇറ്റേണൽ ആയിട്ട് തന്നെ എന്നും പിതാവിനോടൊപ്പം പുത്രനായി തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം. അത് എങ്ങനെ എന്ന് പറഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് വിശദീകരിക്കാനാവില്ല എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ ഇറ്റേണൽ ആയിട്ട് തന്നെ പുത്രത്വത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സഭ പഠിപ്പിക്കുന്നതും നമുക്ക് വചനത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതും. കോൺസബ്സ്റ്റാൻഷ്യലി എവർ എക്സിസ്റ്റഡ് വിത്ത് ദ ഫാദർ, ട്രൂ ഗോഡ്, ട്രൂലി ഡിവൈൻ ആസ് ദി ഫാദർ. ആര്യൻ പാഷണ്ഡതയെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടാണ് ഈ ഒരു ആശയം കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നത്. അത് ട്രിനിറ്റിയെ കുറിച്ച് തന്നെയുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാടിലേക്കാണ് നമ്മളെ എത്തിക്കുന്നത്. അതിന് സഭാപിതാക്കന്മാരുടെയൊക്കെ കാലത്ത് തന്നെ ഉപയോഗിച്ചിരുന്ന വാക്കാണ് പെരിക്കോറേസിസ്. ഗ്രീക്ക് വാക്കാണത്. ഫുള്ളി ഇൻ വൺ അനദർ, ഈച്ച് വൺ ഇൻ ഫുൾ പൊസഷൻ ഓഫ് ദി ഡിവൈൻ എസെൻസ്. രണ്ട് ഗ്രീക്ക് വാക്കുകളുടെ ഒരു സമന്വയം ഇവിടെ ഉണ്ട്. പെരി സർക്കിൾ എന്നും കൊറേസിസ് ഡാൻസ് എന്ന അർത്ഥമാണുള്ളത്. അത് രണ്ടും കൂടെ ചേരുന്ന ആ ഒരു പദത്തിലൂടെ ഈ ഒരു ദൈവിക യാഥാർത്ഥ്യമായ ത്രിത്വത്തെ വിശദീകരിക്കാനായിട്ട് പിതാക്കന്മാര് ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഗ്രീക്ക് പിതാക്കന്മാരുടെയൊക്കെ ഒരു ചിന്തയുടെയൊക്കെ ഫലമായിട്ട് രൂപപ്പെട്ടു വന്നതാണ് ഈ ഒരു ആശയപരമായ ഒരു സംവേദനം. An eternal dance of the Father, the Son and the Holy Spirit sharing mutual love, honor, happiness, joy and respect. അതിനെ നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു വെക്കാവുന്ന മാത്രമേ ഉള്ളൂ. അതിനെ മനസ്സിലാക്കാനുള്ള ശ്രമമാണ് ഇതെല്ലാം. ദൈവത്തിൽ മറഞ്ഞു നിൽക്കുന്ന മൂന്ന് ആളുകളുടെ ബന്ധത്തെ സൂചിപ്പിക്കാനാണ് പെരിക്കോറസിസ് എന്ന പദം ഉപയോഗിക്കുന്നത്. പരസ്പരം അത്രമാത്രം നൽകുകയും അതുപോലെ ഒരുമിച്ച് നിൽക്കുകയും ഒരുമിച്ചായിരിക്കുകയും സ്നേഹിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറ്റേണലി വിതൗട്ട് എനി ബിഗിനിങ് പുത്രൻ പിതാവിനോട് ഒപ്പമുണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഗോഡ് ബീയിങ് ലവ് ഇൻ എസെൻസ് കനോട്ട് ബി അതർ ദാൻ ട്രിനിറ്റി. അതിന്റെ സത്യമാണ്. ദൈവം സ്നേഹമാണെന്ന സത്യം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് യോഹന്നാൻ ശ്ലീഹ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ ലേഖനത്തിലൂടെ. ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുമ്പോൾ സ്നേഹമായ ദൈവത്തെ ആ തരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ അത് പങ്കുവെക്കുന്ന ഒരു അസ്തിത്വമായിരിക്കണം. സ്നേഹത്തിന്റെ സ്വാഭാവികമായ പ്രവണതയാണ് പങ്കുവെക്കല്. അത് നമുക്ക് മാനുഷിക തലത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. സ്നേഹമുണ്ടെന്ന് പറയുന്നത് കൊണ്ടോ സ്നേഹം ബാഹ്യമായി പ്രകടിപ്പിക്കുന്നത് കൊണ്ടോ ഒന്നും സ്നേഹമാവില്ല. അത് പങ്കുവെക്കുന്ന സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് എത്തുമ്പോൾ മാത്രമേ സ്നേഹത്തിന്റെ സ്വഭാവം കൈവരിക്കുന്നുള്ളൂ എന്നുള്ളത് മാനുഷിക തലത്തിൽ, മാനുഷിക സ്നേഹത്തിൽ പോലും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരാൾ മാത്രമായിരിക്കുന്ന ഒരു ദൈവം സ്നേഹമല്ല. ദൈവം ത്രിത്വം ആകാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം സ്നേഹത്തിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ഷെയറിങ് എന്നുള്ള ഒരു ആശയം അവിടെ യാഥാർത്ഥ്യമാകുന്നത് കൊണ്ടാണ്. അപ്പോൾ മാത്രമാണ് അത് യാഥാർത്ഥ്യം ആകുന്നത്. ആ അർത്ഥത്തിലാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് എന്ന് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ജീസസ് ദി ഓൺലി ബിഗോട്ടൻ സൺ ഓഫ് ഗോഡ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തില് ദൈവം പിതാവ് തന്നെ പൂർണ്ണമായി നൽകുന്നത് പോലെ തന്നെയാണ് തന്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നതിലൂടെ വ്യക്തമാക്കുന്നത്. പിതാവ് തന്നെ പുത്രന് സമർപ്പിക്കുന്ന, പുത്രൻ തന്റെ സമർപ്പണത്തിലൂടെ പിതാവിന് തിരിച്ചു. ആ ഒരു സമർപ്പണത്തിന്റെ എസൻസ് തന്നെയാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെയുള്ളൊരു വലിയ പങ്കുവെക്കലിലേക്കാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഈ സൺ ഓഫ് ഗോഡ് എന്ന്, ദി ഓൺലി ബിഗോട്ടൻ സൺ ഓഫ് ഗോഡ് എന്ന് പുത്രൻ തമ്പുരാനെ കുറിച്ച് പറയുമ്പോൾ
എങ്ങനെയാണത് നമ്മൾ ദൈവപുത്രരായിരിക്കുന്നു എന്നതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് എന്നുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് നല്ലതാണ്. മനുഷ്യൻ സൺസ് ഓഫ് ഗോഡ്, അത് അഡോപ്റ്റഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ് ആണ്. അത് ദൈവമക്കളെന്ന ആശയം ഡ്യൂട്രോണമിയിൽ നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ തന്നെ അത് 14-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് ദൈവമക്കൾ എന്ന ആശയം വരുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ജെറമിയ 3:14 19 1 യോഹന്നാൻ 3:1-2 വളരെ കൃത്യമായിട്ട് നമുക്ക് അറിവുള്ളതാണത്. കണ്ടാലും നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. അപ്പൊ എന്താണ് ഈ ഒരു വ്യത്യാസം? ആ വ്യത്യാസം അടിസ്ഥാനപരമായി വളരെ വ്യക്തമാണല്ലോ. ഈശോ മിശിഹ എന്ന ദൈവപുത്രൻ ഇറ്റേണലായിട്ട് പരിശുദ്ധ ത്രിത്വത്തിന്റെ രണ്ടാമത്തെ ആളായിട്ട് ഉണ്ടായിരുന്നതാണ്. നമ്മൾ ദൈവമക്കളാകുന്നത് ഈശോ മിശിഹായുടെ രക്ഷാകരമായ മനുഷ്യാവതാരത്തിലൂടെ, പീഡാനുഭവത്തിലൂടെ, മരണത്തിലും ഉത്ഥാനത്തിലും കൂടി അവിടുന്ന് പരിശുദ്ധാത്മാവിൽ നമ്മളെ ദത്തുപുത്രരായി സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ആ ഒരു വ്യത്യാസത്തോടു കൂടി തന്നെ അതിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കണം. നമ്മളും ഉത്ഥാനത്തിലൂടെ ആ ദൈവപുത്ര സ്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള സത്യം. ഇനി ദൈവപുത്രൻ എന്നുള്ള ആ ആശയം എങ്ങനെയൊക്കെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ചും പുതിയ നിയമത്തിലൂടെ രൂപപ്പെട്ടു വരുന്നത്, എങ്ങനെയാണ് അത് വെളിപ്പെട്ട് കിട്ടുന്നത് എന്ന കാര്യം കൂടെ നമുക്കൊന്ന് ഓർക്കാം. സ്വർഗം വെളിപ്പെടുത്തുന്നതാണത്. ഒന്ന് പ്രധാനമായിട്ട് ഒരു ആദ്യത്തെ ഒരു പബ്ലിക് റെവലേഷൻ എന്ന് പറയാവുന്ന ഒന്നും, ഒരു ചെറിയ ഒരു പബ്ലിക് റെവലേഷൻ എന്ന് പറയാവുന്ന ഒന്നാണ് മത്തായി 3:17 അറ്റ് ദ ടൈം ഓഫ് ബാപ്റ്റിസം. സ്വർഗം തുറക്കപ്പെടുന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു, പിതാവിന്റെ സ്വരം മുഴങ്ങുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. അതുപോലെ തന്നെ മത്തായി സുവിശേഷത്തിലെ 16-ാം അധ്യായം 16-17 വാക്യങ്ങളില് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപന വേളയിലും ഇതേ കാര്യം തന്നെയാണ് അവിടെ സ്വർഗം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. പത്രോസിന് ആദ്യം പിതാവിന്റെ സ്വരം നേരിട്ട് കേൾക്കുകയാണെങ്കിൽ, ഇവിടെ ഇതാ പിതാവ് തൻ്റെ സൃഷ്ടിയായ ഒരു മനുഷ്യ വ്യക്തിയിലൂടെ ആ കൃത്യമായ പ്രബോധനം നൽകുന്നു. കൈസറിയ ഫിലിപ്പിയിൽ വെച്ചാണല്ലോ ഈ സംഭവം നടക്കുന്നത്. കൈസറിയ ഫിലിപ്പിയിൽ വെച്ച് കർത്താവ് ചോദിക്കുന്ന ചോദ്യത്തിന്റെ വളരെ കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്താനായിട്ട് ശിഷ്യന്മാർ ശ്രമിക്കുമ്പോൾ, ഒന്നാമത്തെ ചോദ്യം വളരെ എളുപ്പത്തിൽ മറുപടി പറഞ്ഞു, പ്രവാചകനാണ്, അങ്ങനെ പലതും നിന്നെ കുറിച്ച് പറഞ്ഞു. പക്ഷേ who do you say that I am എന്നുള്ള ആ പെർട്ടിനന്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യന് മുമ്പിൽ ശിഷ്യന്മാർ അന്താളിച്ച് നിൽക്കുമ്പോഴാണ് പത്രോസ് പരിശുദ്ധാത്മാവിൽ പ്രചോദിതനായി കൃത്യമായിട്ട് ഈ കാര്യം പറയുന്നത്, യു ആർ ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ്. അപ്പോൾ തന്നെ ഈശോ പറയും, ഇത് മാംസരക്തങ്ങളല്ല, മറിച്ച് സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എന്ന കാര്യം. അതുകൊണ്ട് സ്വർഗം പത്രോസ് ലീഹായിലൂടെ വെളിപ്പെടുത്തുന്ന ഒരു സത്യമായിട്ട് ഇതിനെ കാണുന്നു. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഇത് കാണുന്നുള്ളത് ട്രാൻസ്ഫിഗുറേഷൻ ആണ്. ഈശോയുടെ രൂപാന്തരീകരണ വേളയിൽ അതുപോലെ തന്നെ 3 ശിഷ്യന്മാർക്ക് വളരെ കൃത്യമായ രീതിയിൽ അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. മൈ ബെലവഡ് സൺ, മൈ സൺ ദ ബെലവഡ്. പിതാവ് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതേ കാര്യം തന്നെ അവിടെ ആവർത്തിക്കുകയാണ്. ഇപ്പം നമുക്കറിയാമത് ആ മലമുകളിലെ രൂപാന്തരീകരണ വേള സ്വർഗത്തിന് നേരിട്ടുള്ള വെളിപ്പെടുത്തലിനെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ, റോമാലേഖനത്തിൽ അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 1:16 പൗലോസ്ലീഹ തന്നെ ഈ ഒരു വലിയ ആശയം പങ്കുവയ്ക്കുന്നുണ്ട് എന്ന കാര്യം ഉണ്ട്. പൗലോസ് തന്റെ വെളിപാടിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, തനിക്ക് താൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ വിജാതിയുടെ അപ്പസ്തോലനായിരിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഈശോ മിശിഹ, ദൈവപുത്രനായ മിശിഹായെ എനിക്ക് വെളിപ്പെടുത്തി തന്നു എന്ന് അദ്ദേഹം വലിയ അഭിമാനപൂർവ്വം പറയുന്നുണ്ട്. ദൈവപുത്രൻ ആണ് അവിടുന്ന് എന്ന സത്യം ഞാൻ വിജാതിയരുടെ അപ്പസ്തോലനായിട്ട് ഐക്യപ്പെടുവാൻ വേണ്ടിയിട്ട് എനിക്ക് പിതാവ് വെളിപ്പെടുത്തി തന്നു എന്ന് കൃത്യമായിട്ട് പൗലോസ് ഗലാത്യ ലേഖനത്തില് 15-16 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഇത് കൂടാതെ ഈശോ തന്നെ തുടർന്ന് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ലൂക്കാസ് സുവിശേഷം 22:70 പറയുന്നുണ്ട്, നീ തന്നെ അത് പറഞ്ഞുവല്ലോ. ദൈവപുത്രനാണോ എന്ന് ചോദിക്കുന്നതിന് ഉത്തരമായിട്ട് പിലാത്തോസിനോട് പറഞ്ഞു, നീ തന്നെ അത് പറഞ്ഞുവല്ലോ. അങ്ങനെ ഈശോ തന്നെ അത് വെളിപ്പെടുത്തുന്നു, നേരിട്ട് പറയുന്നു. അതുപോലെ സ്വർഗം വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഇതെല്ലാം ആ ഒരു വെളിപ്പെടുത്തലിന്റെ ഭാവം, ഒരു ഗ്രാജുവൽ റെവലേഷൻ ആണ്. നമുക്കറിയാം, റെവലേഷൻസ് എല്ലാം തന്നെ ഗ്രാജുവൽ ആയിട്ടുള്ളതാണ്. ദൈവത്വത്തെ വെളിപ്പെടുത്തുന്നത് ഈശോ മിശിഹായിലൂടെ വളരെ ഗ്രാജുവൽ ആയിട്ടാണ് എന്ന സത്യം. അവിടുന്ന് ദൈവപുത്രനാണ്, സാക്ഷാൽ ദൈവം തന്നെയാണെന്നാണ് അതിന്റെ അർത്ഥം.
തൃത്വത്തിലെ രണ്ടാമത്തെ ആളാണ്. അത് പടിപടിയായിട്ടാണ് ഇവിടുന്ന് വെളിപ്പെടുന്നത്. രക്ഷാകര ചരിത്രത്തിലൂടെ അത് രൂപപ്പെട്ടു വരുന്നത് നമ്മുടെ പഴയ നിയമ ചരിത്രത്തിൽ അത് കൃത്യമായിട്ട് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ മിശിഹായിലൂടെ ആണത് കൂടുതൽ വ്യക്തമായ വിധം തൃത്വം നമ്മുടെ മുമ്പിൽ അനാവൃതമാകുന്നത്, അവിടുത്തെ വെളിപ്പെടുത്തലുകൾ നമുക്ക് കിട്ടുന്നത്. യോഹന്നാൻ സുവിശേഷം 1:14 ആൻഡ് ദ വേർഡ് ബിക്കെയിം ഫ്ലെഷ് ആൻഡ് ഡ്വെൽറ്റ് എമംഗ് അസ്. അതും അവിടുത്തെ ദൈവത്വത്തെ അവിടുന്ന് മനുഷ്യനായിട്ട് അവതരിച്ചപ്പോഴും പൂർണ്ണമായ അർത്ഥത്തിൽ നിലനിർത്തുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു സൂചനയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കൺഫെഷൻ ആയിട്ട് നടക്കുന്നത് സെഞ്ചൂറിയന്റെ കൺഫെഷനാണ്. ട്രൂലി ദിസ് മാൻ ഇസ് സൺ ഓഫ് ഗോഡ്. അത് ശതാധിപൻ എന്ന് പറയുന്ന വിജാതിയൻ, മർക്കോസിന്റെ സുവിശേഷം 15-39 ഭാഗത്തിലാണ്. ശതാധിപൻ എന്ന് പറയുന്ന വിജാതിയന്റെ അധരത്തിലൂടെ അത് ലോകത്തിന്റെ മുൻപിൽ പരസ്യമായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയാണ്. ഈ മനുഷ്യൻ സത്യമായും ദൈവപുത്രനാകുന്നു എന്ന കാര്യം. ഓർക്കേണ്ട ഒരു കാര്യം, അത് കർത്താവിന്റെ കുരിശു മരണത്തിന്റെ സമയത്താണ് അത് സംഭവിക്കുന്നത്. കർത്താവ് കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോഴാണ് സംഭവിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 3:14 പറയുന്നത് പോലെ മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നെ മനുഷ്യപുത്രനും കുരിശിൽ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഉയർത്തപ്പെട്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ ദൈവത്വത്തെ ഒരു വിജാതീയ സമൂഹത്തിന്റെ പ്രതിനിധിയായ ശതാധിപനിലൂടെ ലോകം അല്ലെങ്കിൽ കർത്താവ് ലോകത്തിന് മുഴുവനായിട്ട് വെളിപ്പെടുത്തുന്നത്. അതും ആ സഹനത്തിന്റെ നടുവില്, നമ്മുടെ ഒരു ജീവിതത്തിന്റെ വഴികളില്, ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെയും സഹനത്തിന്റെ നടുവില് മിശിഹായെ പ്രഘോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ള ഒരു ആശയം കൂടി ഇവിടെ പ്രൊജക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിന്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന രീതിയിലാണ് ഞാനത് പറയുന്നത്. നമ്മുടെ സഹനത്തിന്റെ നടുവില് നമുക്ക് പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കണം. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്കറിയാം ധാരാളം ആളുകൾ മിശിഹായിൽ ഈശോയിൽ വിശ്വസിക്കുന്നവരുണ്ട്, ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നവരുണ്ട്. മഹാത്മാഗാന്ധി ഉൾപ്പെടെ മിശിഹ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ദൈവത്വത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. യഥാർത്ഥത്തിൽ വിശ്വാസി ആയിരിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ മിശിഹ എന്ന വ്യക്തിയുടെ ദൈവത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവിടുന്ന് പരിശുദ്ധ തൃത്വത്തിന്റെ രണ്ടാം ആളായ പുത്രൻ തമ്പുരാനാണെന്ന കാര്യം ഏറ്റുപറയുകയാണ്. അപ്പോൾ മാത്രമാണ് നമ്മുടെ വിശ്വാസം പൂർണ്ണമാകുന്നത് എന്നുകൂടി നമുക്ക് ഓർക്കാം. ഈ ഒരു ആഴമായ ബോധ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് വിശ്വാസ പരിശീലനത്തിൽ പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കണം. പലപ്പോഴും ഒരു വ്യക്തി ചരിത്രപുരുഷനായ മിശിഹായിൽ വിശ്വസിക്കുന്നുണ്ട്, ചരിത്രപുരുഷനായ ഈശോയിൽ വിശ്വസിക്കുന്നവർ ധാരാളം പേരുണ്ട്. അങ്ങനെ എളുപ്പം ഡിനൈ ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം ചരിത്രത്തിൽ അതിനുള്ള രേഖകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷേ ക്രിസ്തുവിന്റെ ഡിവിനിറ്റിയിൽ വിശ്വസിക്കുന്നവരുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് നമ്മുടെ കുട്ടികൾക്ക് ആഴത്തിൽ ബോധ്യതലത്തിൽ കൊടുക്കാൻ നമുക്ക് സാധിക്കണം.